പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതുപോലൊരവസ്ഥ കേരളത്തിൽ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് എന്റെ ആദ്യത്തെ പ്രാർത്ഥനയുള്ളത്. ഹർഷിത 4ാമത്തെ തവണയാണ് നീതി തേടി തിരുവനന്തപുരത്ത് വന്ന് സമരം ചെയ്യേണ്ടി വരുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ അവർ സമരം ചെയ്തപ്പോൾ ഞാൻ കോഴിക്കോട് വെച്ച് ആ സമരപന്തൽ സന്ദർശിച്ചതാണ്. പ്രസവ ശസ്ത്രക്രിയക്കിടയ്ക്ക് ഹർഷിതയുടെ വയറ്റിൽ ഈ കത്രിക കുടുങ്ങിപ്പോയ സംഭവമാണ് കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ചത്. ഒരുപക്ഷെ ആദ്യത്തെ സംഭവമാണ്. മാഷ് ആരോഗ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ്. ഇത് ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ ആദ്യം ഇത് തേച്ചു മായ്ച്ചു കളയാനാണ് ശ്രമിച്ചത്. പക്ഷേ ദിനേശ് പെരുമണ്ണെ ഉൾപ്പെടെയുള്ള സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് ഇത് പൊതുജന സമക്ഷം കൊണ്ടുവരാൻ കഴിഞ്ഞത്. ഹർഷിത സമരം ചെയ്ത സന്ദർഭത്തിൽ ഞങ്ങളൊക്കെ ആരോഗ്യമന്ത്രി വീണ ജോർജുമായി സംസാരിച്ചതാണ്. അന്ന് അവര് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു, മുഴുവൻ ചികിത്സയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഗവൺമെന്റ് ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞു. അവർക്ക് സ്വകാര്യ ആശുപത്രിയിൽ വന്ന ചെലവ് മുഴുവൻ സർക്കാർ വഹിക്കണമെന്നുള്ളതായിരുന്നു നമ്മുടെ ആവശ്യം. പോലീസ് കുറ്റപത്രം സമർപ്പിച്ച് പ്രതികളെ കണ്ടെത്തിയിട്ടും ഒരു നടപടിയും സ്വീകരിക്കാൻ ഗവൺമെന്റ് മുന്നോട്ട് വന്നില്ല. ഗവൺമെന്റ് ആകെ കൊടുക്കാവുന്ന 2 ലക്ഷം രൂപയാണ്. ഇവർക്ക് ഒരു 50 ലക്ഷം രൂപയോളം മൊത്തത്തിൽ ചെലവായതാണ്. ഇപ്പോഴും ചികിത്സ തുടരുകയാണ്. അപ്പൊ അതുകൊണ്ട് ന്യായമായി ലഭിക്കേണ്ട ഈ ചികിത്സാ ചെലവ് ഗവൺമെന്റ് നിർവഹിക്കേണ്ടതാണ് എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ഈ ആവശ്യത്തെ മുൻനിർത്തിക്കൊണ്ട് കർഷകർ നടത്തുന്ന ഈ സമരം തികച്ചും വേദനാജനകമാണ്. ഇങ്ങനെയൊരു വീട്ടമ്മയ്ക്ക് എന്ന് സെക്രട്ടേറിയറ്റിന്റെയും മന്ത്രിയുടെയും വീട്ടുപടിക്കലൊക്കെ വന്ന് സമരം ചെയ്യേണ്ടി വരുന്നത് വളരെ പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇതൊരിക്കലും പാടില്ലാത്ത ഒരു കാര്യമാണ്. ഏതായാലും ഇതിനു വേണ്ടിയിട്ടുള്ള സമര പോരാട്ടങ്ങൾ തുടരുകയാണ്. എന്നോട് ദിനേശ് പെരുമണ്ണ പറഞ്ഞു, ശ്രീ ജോസഫ് പൂശ്ശേരി ഈ സമരത്തിന്റെ എല്ലാ ഘട്ടത്തിലും ഉണ്ടായിരുന്നു, മാർച്ചുണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഈ സമരത്തിന്റെ ഓരോ ഘട്ടത്തിലും ഈ സഹോദരിയോടൊപ്പം ഉള്ളതാണ്. ഏതായാലും ഹർഷിതയുടെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ 1 ലക്ഷം രൂപ ചികിത്സാ ചെലവായി കൊടുത്തു. ഇത് അത് വെച്ചുകൊണ്ടാണ് ഇപ്പൊ ചികിത്സ നടക്കുന്നത്. ആ പൈസ കഴിഞ്ഞ സാഹചര്യത്തിൽ എന്റെ ഗാന്ധിഗ്രാം ഫണ്ടിൽ നിന്ന് 1 ലക്ഷം രൂപ ഇന്ന് തന്നെ അവർക്ക് ഞങ്ങൾ നൽകുകയാണ്. ഇന്ന് തന്നെ അത് വൈകുന്നേരം പണം ഞങ്ങൾ നൽകും. ഗാന്ധിഗ്രാം ഫണ്ടിൽ അധികം പൈസയൊന്നുമില്ല, എന്നാലും നമുക്ക് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ പട്ടികവർഗ വിഭാഗങ്ങൾക്കും പാവപ്പെട്ടവർക്കും വേണ്ടിയിട്ടാണ് ഈ ഗാന്ധിഗ്രാം പരിപാടി. ഇത് ഹർഷിതയുടെ ഒരു പ്രത്യേക കേസായി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഫണ്ടിൽ നിന്ന് ഞങ്ങൾ 1 ലക്ഷം രൂപ ഇപ്പൊ കൊടുക്കാൻ തീരുമാനിച്ചത്. ഇതുപോലെ സർക്കാർ പ്രഖ്യാപിച്ച പല പരിപാടികളും ഇപ്പം നടക്കുന്നില്ല. ഇന്നലെ പാലക്കാട് നമ്മുടെ ഒരു അച്ഛനെയും അമ്മയും കൊന്ന ഒരു സംഭവം. ആ സംഭവത്തിൽ ഞാൻ ആ സ്ഥലത്ത് പോയി. ചെന്താമര കൊലപാതകം. 2 അച്ഛനെയും അമ്മയും കൊന്നു. 2 കുട്ടികൾ അനാഥമായി. ചെന്താമരയുടെ വീട്ടിൽ ഞാൻ പോയി. അന്ന് ഞാൻ മന്ത്രിയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. അവർ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞു. ജോലി കൊടുത്തില്ല, ഒരു പൈസയും കൊടുത്തില്ല. ഞാൻ അന്ന് കൊടുത്തൊരു സഹായമല്ലാതെ അവർക്ക് ഇന്നലെ ആ കുട്ടി എല്ലാ ചാനലുകളും പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. ഞാൻ അന്ന് തന്നെ ഇന്നലെ വീണ്ടും ഒരു കത്ത് കൂടെ കൊടുത്തിരിക്കുക. അപ്പൊ ആരോഗ്യമന്ത്രിക്ക് എന്ത് പറ്റിയെന്നാണ് എന്റെ ചോദ്യം. വാഗ്ദാനങ്ങൾ കൊടുക്കുന്നതല്ലാതെ ആരോഗ്യമന്ത്രി ഒരു വാക്കും പാലിക്കുന്നില്ല. ഒരു തരത്തിലും നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ്. ഏതായാലും ഹർഷിതയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഹർഷിതയുടെ ഈ സമരം കേരളത്തിന്റെ മനസാക്ഷിയെ തൊട്ടുണർത്തുന്നതാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഈ സമരം അവസാനിപ്പിക്കാൻ ഗവൺമെന്റ് മുൻകൈ എടുക്കണം. അല്ലെങ്കിൽ സർക്കാരിനെ അവസാനിപ്പിക്കാൻ നമുക്ക് എല്ലാവർക്കും ചേർന്ന് മുൻകൈ എടുക്കണം.
അതേ ഇന്ന് നമ്മുടെ മുമ്പിൽ മാർഗമുള്ളൂ എന്നുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സമരപരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ്.